ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ആദീസ് ലോകത്തേക്ക് സ്വാഗതം. ബാക്കിയുണ്ടായ ചപ്പാത്തി വെച്ചിട്ട് നമുക്ക് കൊത്തു പൊറോട്ട പോലെ കൊത്തു ചപ്പാത്തി ഉണ്ടാക്കി നോക്കിയാലോ? അതിനുവേണ്ടി ഞാനിവിടെ 3 ചപ്പാത്തി ബാക്കിയുണ്ടായിരുന്ന ചെറിയ പീസാക്കി ഒന്ന് മുറിച്ച് ചോപ്പറിലിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്നും കൂടി ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചോപ്പറിൽ തന്നെ ചെറുതാക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ട് ചെറുതാക്കാം, അല്ലെങ്കിൽ കൈ കൊണ്ട് ചെറിയ ചെറിയ പീസായിട്ട് പിന്നെ എടുക്കാം. ഇതുപോലെ ചെറുതാക്കി കിട്ടിയാൽ മതി. ഇനി ഇതിന് വേണ്ടത് സവാള, പച്ചമുളക്, ഇഞ്ചി, വേപ്പില ചെറുതാക്കി അരിഞ്ഞതാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ച പച്ചമുളകും ഇഞ്ചിയും സവാളയും ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി, അധികം മൂപ്പിക്കേണ്ട. കാരണം നമുക്ക് ഈ സവാള കുറച്ച് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് വേണ്ടത്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അധികം ഉപ്പിടണ്ട, കാരണം ചപ്പാത്തിയിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിട്ടാൽ മതി. സവാള ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ചെറുതാക്കി അരിഞ്ഞ വേപ്പില അങ്ങ് ഇട്ട് കൊടുക്കാം. അതൊന്ന് രണ്ടിളക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുമ്പോഴേക്കും നമുക്ക് പൊടികൾ ഇടാം. ഞാനിവിടെ എടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ആണ്. ഇതൊക്കെ നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ആ പൊടികളുടെ ഒക്കെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് മുട്ടയോ അല്ലെങ്കിൽ ചിക്കനോ ആഡ് ചെയ്യാം. ഞാനിവിടെ വെജായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് അതൊന്നും ഇടണില്ല. ഡയറക്റ്റ് നമ്മൾ അരിഞ്ഞു വെച്ച ചപ്പാത്തിയുടെ ആ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യാം. ചപ്പാത്തിയിൽ നല്ലോണം മസാല മിക്സ് ആവണ രീതിയിൽ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി മുകളിൽക്കൂടെ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൊത്തു ചപ്പാത്തി ഇവിടെ റെഡി. ഇത് വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ വീട്ടിലുള്ളവർക്കും പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചപ്പാത്തിയുടെ ഒരു വെറൈറ്റി ഡിഷാണ്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയണം. ആദീസ് ലോകം എന്നെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ. താങ്ക്